ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കിടിലൻ റൈസ് റെസിപ്പി ആയാലോ. യമനി കബ്സയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അറബിക് റെസിപ്പിയായ യമനി സ്പെഷ്യലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ റൈസ് റെസിപ്പി വെജിറ്റബിളും ചിക്കനും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ തക്കാളി 6 എണ്ണവും, ക്യാരറ്റ് 3, സവോള 5 എണ്ണവും, കുക്കുംബർ 2 എണ്ണവും, കിഴങ്ങ് 4, വഴുതനങ്ങ 2 എണ്ണവും, ക്യാപ്സിക്കം 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ആരാന്നറിയണ്ടേ? എൻ്റെ ബ്രദറാണ് ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ആ പച്ചക്കറികളെല്ലാം ഒന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്ത് എടുക്കാം. പോയ്സണൊക്കെ അടിച്ചു വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതെല്ലാം ഒന്ന് 4 ഇഞ്ച് കനത്തിൽ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്നുകൂടി കഴുകിയെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറച്ച് വിനാഗിരി ഉപ്പുമൊക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തിരിക്കുന്ന റൈസ് ഞാൻ ജീരകശാല റൈസാണ്. അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് 15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരുപാട് നേരമൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല, ചെറിയ റൈസ് ആയതുകൊണ്ട്. പിന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. രണ്ടാമതായി നമുക്ക് സവോള 2 എണ്ണം കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു കിഴങ്ങും കൂടി കട്ട് ചെയ്തത് അതും കൂടി നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ രണ്ടാമത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ മസാല പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കബ്സ മസാലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് 2 ചിക്കൻ ക്യൂബും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചിക്കനും വെജിറ്റബിളും കുക്കാകാൻ സെപ്പറേറ്റ് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. വെജിറ്റബിൾസ് കുക്കാകുന്ന ആ വെള്ളത്തിലാണ് ചിക്കനും കുക്കായി വരും. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് പച്ചക്കറിയിലും ചിക്കനിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ആ മസാല പൗഡറിൽ ഉപ്പുള്ളത് കൊണ്ട് ഇതിലേക്ക് സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കനും ആ വെജിറ്റബിളും കൂടി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഞാൻ സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ റൈസ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ യമനി കബ്സ ഇവിടെ റെഡിയായിരിക്കുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല കിടിലൻ റൈസ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരുപാട് എണ്ണയോ ഒന്നും വേണ്ട ഇതിന്. മസാലകളും ഒന്നും ഒരുപാട് വേണ്ട. പിന്നെ ഞാൻ റൈസ് വേവിച്ചപ്പോൾ അതിലേക്ക് 1 ബേ ലീവ്സും കുരുമുളകും ഗ്രാമ്പുവും ഇട്ടിട്ടാണ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാനത് റൈസ് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി സെർവ് ചെയ്യാം നമുക്ക്. നല്ല സൂപ്പർ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള യമനി കബ്സ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.